സർവാഭീഷ്ടങ്ങൾ നടക്കുന്ന സമയമാണ്. ട്രാൻസ്ഫർ, ജോലി കിട്ടും, സർക്കാർ ജോലി കിട്ടാം, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാം, വിദേശത്ത് പോകുന്നവർക്ക് വിദേശത്ത് പോവാം, കണ്ടകശനിയാണെങ്കിലും ഇവർക്ക് വിദേശത്ത് പോവാം, സന്താനങ്ങൾക്ക് സന്താനം, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അഭിവൃദ്ധികരമായ സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള അത് ഉപയോഗപ്പെടുത്തുക. നിക്ഷേപങ്ങളിൽ പെട്ടെന്ന് വളരുന്ന പോലെ നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചാൽ ആ പണം നഷ്ടപ്പെടുക, കടം കൊടുത്താൽ കിട്ടാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവർ ചെയ്യേണ്ടത് മാസത്തിലൊരിക്കെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യം ഇവർക്ക് നിവൃത്തി സ്ഥാനത്തായിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നു. ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ധനത്തിന് ശോഷണം വരിക, സമ്പാദനം കുറയുക, ധനം കുറയുക, അനാവശ്യ ചെലവുകൾ വരിക, അതായത് സമ്പത്തിന് ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെ വരുന്ന കാലമാണ്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിപ്പോൾ വ്യാഴം മാറുന്നുണ്ട്. 2026 ജൂൺ 2 വ്യാഴം ഇഷ്ടമുള്ള സ്ഥലമായിരിക്കുന്ന ഉച്ചമായിരിക്കുന്ന കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം നല്ലതാണ്. 5ലേക്ക് വ്യാഴം വരികയാണെങ്കിൽ, ത്രികോണത്തിൽ വ്യാഴം വരുമ്പോൾ ആഗ്രഹ സാഫല്യങ്ങൾ നടക്കുന്നു, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവുന്നു, ധനം ഉണ്ടാവുന്നു, വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീടുണ്ടാവുന്നു. വളരെയധികം നല്ല സമയമാണ്. അവർ 7 ശനി കൊണ്ട് വരികയാണെങ്കിലും അവർക്ക് വ്യാഴമാറ്റം അനുകൂലമാണ്. അത് ഓരോരുത്തരുടെ പ്രായഭേദങ്ങൾക്കനുസരിച്ചാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. രണ്ടാമത്തെ രാശിയാണ് ഇടവം രാശി. കാർത്തിക അവസാനം, രോഹിണി, മകീരം ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാഴൻ 2-ലായിരുന്നു. അഭിവൃദ്ധിയാണ്, സന്തോഷമാണ്, ധനമാണ്, എല്ലാം ഉണ്ടായി. അവർക്ക് 3-ൽ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുന്നത്. 3-ൽ വ്യാഴം നല്ലതല്ല. എത്ര ഉച്ചത്തിലായാലും അവർക്ക് അതിനെക്കൊണ്ട് ഗുണം ദോഷഫലമാണ് കൂടുതലവർ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോരയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. പക്ക നക്ഷത്രങ്ങൾ, മാസത്തിൽ നക്ഷത്രം വരുമ്പോൾ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ മഹാസുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, വിഷ്ണു പുരാണം വായിക്കുകയോ വിഷ്ണു സഹസ്രനാമം വായിക്കുകയോ ചെയ്യുക. നമ്മുടെ പ്രായങ്ങൾക്കനുസരിച്ച്. അല്ലെങ്കിൽ ഓം നമോ നാരായണായ രാവിലെയും വൈകുന്നേരം ഒരു 1008 പ്രാവശ്യം ജപിച്ചാൽ വളരെ നന്നായിരിക്കും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ 108 പ്രാവശ്യങ്ങൾ നമുക്ക് ഓം നമോ നാരായണ ജപിക്കാം. ഇങ്ങനെ ചെയ്യുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഐശ്വര്യമായിരിക്കും. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക്, മിഥുനം രാശിയിൽ 2-ാമിടത്തേക്കാണ് വ്യാഴം. ഭർത്തവ്യമഖിലം വിത്തം ധനം സമ്പാദ്യം ഇതെല്ലാം വരുന്ന സമയമാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യപാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചാൽ ധനം വരാനും വീടുണ്ടാവാനും വാഹനം വാങ്ങിക്കാനും വിവാഹം നടക്കാനൊക്കെ വളരെ നല്ല സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. കർക്കിടകൻ രാശിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ജന്മരാശി തന്നെയാണ്, ജന്മത്തിൽ തന്നെയാണ് വ്യാഴം. അതത്ര അനുകൂലമാണെങ്കിലും വ്യാഴം വ്യാഴമായതുകൊണ്ടും അവർക്ക് കൃഷ്ണനെ ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ഗായത്രി ജപിക്കുക. ഇതെല്ലാം ചെയ്താൽ അവർക്ക് നല്ലതാണ്. മകം, പൂരം, ഉത്രത്തിൽ ആദ്യം മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് 11 വ്യാഴം ആയിട്ട് വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടെ ഇരുന്നവർക്ക് 12-ലാണ് വ്യാഴം. അനാവശ്യ ചിലവുകൾ വരിക, അൺനെസറി ആയിട്ട് ചിലവ് വരാം, ആവശ്യമില്ലാതെ പൈസ പോവുക, ഏതെങ്കിലും നിക്ഷേപങ്ങളിൽ പെട്ടെന്ന് വളരുന്ന പോലെ നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചാൽ ആ പണം നഷ്ടപ്പെടുക, കടം കൊടുത്താൽ കിട്ടാതിരിക്കുക. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവർ ചെയ്യേണ്ടത് മാസത്തിലൊരിക്കെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാവും. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ എല്ലാ വ്യാഴാഴ്ചയും പോയും തുളസിമാല ചാർത്തുകയും ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. അടുത്ത രാശിയായിരിക്കുന്ന കന്നിരാശി. കന്നിരാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 11-ലാണ് വ്യാഴം. അതായത് ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യവാരം. ഇവർക്ക് സർവാഭീഷ്ടങ്ങൾ നടക്കുന്ന സമയമാണ്. ട്രാൻസ്ഫർ, ജോലി കിട്ടും, സർക്കാർ ജോലി കിട്ടാം,
ജോലിയില്ലാത്തവർ ജോലിക്ക് വിദേശത്ത് പോകുന്നവർക്ക് വിദേശത്ത് പോവാം. കണ്ടകശനിയാണെങ്കിലും ഇവർക്ക് വിദേശത്ത് പോവാം. സന്താനങ്ങൾക്ക് സന്താനം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അഭിവൃദ്ധികരമായ സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള അത് ഉപയോഗപ്പെടുത്തുക. തുലാം രാശിയാണ് അടുത്തത്. തുലാം രാശി എന്ന് ചിത്തിര അവസാനം, ചോതി വിശാഖം ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മത്തിലേക്കാണ് വ്യാഴം. നല്ലതാണ്. പ്രമോഷൻ കിട്ടുക, ജോലി ഉയർച്ച വരിക, ധനസമ്പാദനം വരിക, ആഗ്രഹസമധികണ്ട സന്താനം, ഇങ്ങനെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചത്. വൃശ്ചികൻ രാശി അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയിൽ വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം അനുകൂലമായിട്ട് വന്നേക്കാണ്. നല്ലതാണ്. 9ലേക്ക് വ്യാഴം വന്നു. ആഗ്രഹ സഫലീകരണം ഉണ്ടാവുക, സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക, സന്തതികൾക്ക് വിദ്യാഭ്യാസം നടക്കുക, അല്ലെങ്കിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ അവനവന് തന്നെ നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ പിതാവിന് നല്ലതാണ്, മക്കൾക്ക് നല്ലത്, എല്ലാം കൊണ്ടും വളരെ നല്ല സന്തോഷമുള്ള സമയമാണ് വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അടുത്ത രാശിയായിരിക്കുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യം. ഇവർക്ക് നിവൃത്തി സ്ഥാനത്തായിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നു. ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ധനത്തിന് ശോഷണം വരിക, സമ്പാദനം കുറയുക, ധനം കുറയുക, അനാവശ്യ ചെലവുകൾ വരിക, അതായത് സമ്പത്തിന് ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെ വരുന്ന കാലമാണ്. ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ക്ഷേത്ര ദർശനം, മാസത്തിലൊരിക്കൽ ഗുരുവായൂർ മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഓം നമോ നാരായണായ ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കുടെ കാര്യത്തിൽ സന്തോഷമാകും. ഏകാദശി വ്രതങ്ങൾ എടുക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പകുതി ശതമാനം അവർക്ക് ഗുണമുണ്ടാവാം. അടുത്ത രാശിയായിരിക്കുന്നു മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടം അവസാനം, തിരുവോണം അവിട്ടമാദ്യം. ഇവർക്ക് വളരെ നല്ല സമയമാണ്. നിവൃത്തി സ്ഥാനത്ത് ഉച്ചത്തിൽ വ്യാഴം വന്നിരിക്കുന്നു. ആഗ്രഹ സഫലീകരണം, യാത്രകൾ നല്ലതാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര ഉണ്ടാകുന്നു. ജോലിയിൽ ഉയർച്ച, എല്ലാം കൊണ്ടും വളരെ തരുന്ന സമയമാണ്. ഇവർ അത് ഉപയോഗപ്പെടുത്തുക. കുംഭൻ രാശിയാണ് അടുത്ത്. കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാനം, ചതയം, പൂരൂരുട്ടാതി ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചാൽ മോശമായ കാലമാണ്. 5ൽ വ്യാഴമായിരുന്നു, അത് 6ലേക്കാണ് വന്നത്. ശത്രുസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സമ്പത്തിലും പൈസയ്ക്കും ബുദ്ധിമുട്ട് വരുന്നു. പക്ഷെ എങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ എങ്കിലും ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തുക, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗുരുവായൂർ, അമ്പലപ്പുഴ അങ്ങനത്തെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണു ഗായത്രി ചൊല്ലുക, നിരന്തരമായി നാരായണനെ പ്രാർത്ഥിക്കുക, അന്യരെ പഠിക്കാതിരിക്കുക. അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നു. അടുത്ത രാശിയായിരിക്കുന്ന മീനം രാശി. പൂരുരുട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സമയമാണ്. 3ൽ വ്യാഴം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് 4ലേക്ക് വ്യാഴം വരുന്നു. വാഹനം വാങ്ങിക്കാം, വിവാഹം നടക്കാം, സന്താനങ്ങൾ ഉണ്ടാവാം, വീട് വയ്ക്കാം. ഏറ്റവും കൂടുതൽ വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ പറ്റിയൊരു സമയമാണ്. അതിന് സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രായഭേദമനുസരിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ടോയ്സ് കിട്ടും, അവർക്ക് ഇതെല്ലാം കിട്ടും, കാര്യങ്ങൾ കിട്ടും. സമയദോഷം വരുമ്പോൾ, അതായത് വ്യാഴം അനുകൂലമെങ്കിൽ ഉരുണ്ട് വീഴാം, പ്രശ്നങ്ങളൊക്കെ ആവാം. പക്ഷേ ഒരു പ്രായം, ഒരു മധ്യവയസ്സില ഒരു ചെറുപ്പക്കാർക്കാണെങ്കിൽ ജോലി കിട്ടാനും ജോലിയുള്ളത് പോവാനും ഒക്കെ ഒരു പറ്റിയ സമയമാണ്. അപ്പോൾ പ്രായഭേദമനുസരിച്ചും ദശാപഹാര ചിത്രങ്ങളനുസരിച്ചും വേണം നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാനായിട്ട്. ഗോചരാൽ വരുന്നതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് നടക്കരുത്. നമ്മുടെ ദശാപഹാര ചിത്രങ്ങൾ നമുക്ക് അനുകൂലമാവുകയും വ്യാഴം അനുകൂലമായിട്ട് വരികയും ചെയ്താൽ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. ദശാപഹാര ചിത്രം മോശമായിരിക്കും, വ്യാഴം അനുകൂലമായാലും ഒരു പരിധി വരെ നന്നാവുള്ളൂ. ദശാപഹാര ചിത്രങ്ങൾ നല്ലതാണെങ്കിലും വ്യാഴം മോശമായിട്ടും വരികയാണെങ്കിലും അവർക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. ഓരോ പ്രായഭേദങ്ങൾക്കനുസരിച്ചും കാലദേശങ്ങൾക്കനുസരിച്ചും വേണം നമ്മളിതിനെ ഉൾക്കൊള്ളാനായിട്ട്. നമ്മുടെ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന അവസ്ഥ നോക്കിയിട്ട് വേണം ഇതെല്ലാം നമ്മൾ അനുമാനിക്കാൻ. ഇപ്പോൾ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളുടെ ജാതകത്തിൽ കുംഭൻ രാശിയിലോ കർക്കിടകൻ രാശിയിലോ വ്യാഴം നിൽക്കുന്നവർക്കാണെങ്കിൽ വ്യാഴം എങ്ങനെയൊക്കെ വന്നാലും വലിയ പ്രശ്നമല്ല. വ്യാഴം നീചാവസ്ഥ എന്ന് പറയുമ്പോൾ മകരൻ രാശിയിൽ മാത്രമേ വ്യാഴത്തിന് നീചത്തുള്ളൂ. അത് 5 ഡിഗ്രി ഉള്ളൂ. അതിൽ വരുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജാതകത്തിൻ്റെയും ദശാപഹാര ചിത്രങ്ങളെയും വ്യാഴത്തിൻ്റെ അവസ്ഥയും ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇതിനെപ്പറ്റി നമ്മളൊരു ഉത്തരം പറയാനായിട്ട്. കാരണം വ്യാഴം ഗോചരാകുന്നു. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ വ്യാഴം ഇപ്പം മുതൽ നന്നാവുക എന്ന് പറയും. എവിടെ അവർക്ക് രാഹുദ്ദേശയിൽ ചൊവ്വയുടെ അപഹാരമായിരിക്കും.
അപ്പോൾ പറയും വ്യാഴപ്പം നല്ലതാണ്, എനിക്ക് ബിസിനസ് നന്നാവുമോ എന്ന് ചോദിച്ചു. നടക്കില്ല. കാരണം രാഹുവിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു വിട്ടു പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. നേരെ മറിച്ച് ശനി വിട്ടു പോകുമ്പോൾ ശനി എപ്പോഴും നല്ല സ്ഥലത്ത് വ്യാഴത്തിലാക്കിയിട്ട്, ശനി ദശയിൽ വ്യാഴത്തിൻ്റെ അപകടത്തോടെ തീരുന്നത്. അപ്പോൾ എപ്പോഴും നല്ല സ്ഥലത്ത് എത്തിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഗോചരാൽ അങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളും ഇന്ന് അതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജാതകവും നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ അവസ്ഥയുമൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതിനെ വില കൽപ്പിക്കാനായിട്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി.